നമ്മളെല്ലാവരും സ്വപ്നങ്ങൾ കാണുന്നവരാണ്. ജീവിതത്തിൽ ഒരു സ്വപ്നം പോലും കാണാത്ത ആരുമില്ല. ചില സ്വപ്നങ്ങളൊക്കെ കണ്ട് നമ്മൾ ഉറക്കത്തിൽ നിന്ന് ഞെട്ടി ഉണരും. ചില സ്വപ്നങ്ങൾ കാണുമ്പോൾ നമുക്ക് ഒത്തിരി സന്തോഷം കിട്ടും. ചില സ്വപ്നങ്ങളുടെ പുറകെ നമ്മൾ യാത്ര ചെയ്യും ആ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കുവാനായിട്ട്. എന്നാൽ ഗവേഷകർ പറയുന്നത് എവിടെ നിന്നാണ് ഈ സ്വപ്നങ്ങൾ വരുന്നത്, അല്ലെ എന്തുകൊണ്ടാണ് എന്നുള്ളതിനൊരു കൃത്യമായ ഉത്തരം അവർക്ക് നൽകാനില്ല. പലപ്പോഴും പല സ്വപ്നങ്ങളും നമ്മുടെ ഉറക്കം കെടുത്തുന്നതാകണം എന്നാണ് പറയുന്നത്. അല്ലെങ്കിൽ ആ സ്വപ്നങ്ങൾക്ക് വേണ്ടി നമ്മൾ യാത്ര ചെയ്യുന്നവരാകണം. മത്തായിയുടെ സുവിശേഷത്തിൽ 1-ാം അധ്യായത്തിൽ നീതിമാനായ ഒരു മനുഷ്യൻ്റെ സ്വപ്നം നമ്മൾ കാണുന്നുണ്ട്. നീതിമാനായ യോസേപ്പ് പിതാവിൻ്റെ. പരിശുദ്ധ കന്യകാമറിയം പരിശുദ്ധാത്മാവിനാൽ ഗർഭിണിയാണെന്ന വിവരം അറിഞ്ഞപ്പോൾ അവൾക്ക് അപമാനമുണ്ടാകാതിരിക്കുവാനായിട്ട് രഹസ്യത്തിൽ അവളെ ഉപേക്ഷിക്കുവാനായിട്ട് യോസേപ്പ് പിതാവ് പ്ലാൻ ചെയ്യുകയാണ്. സങ്കടപ്പെട്ട് അസ്വസ്ഥനായി ഇരിക്കുന്ന ആ യോസേപ്പ് പിതാവിന് സ്വപ്നത്തിൽ ദൈവദൂതൻ പ്രത്യക്ഷപ്പെട്ട് പറയുകയാണ്, അല്ലെങ്കിൽ സ്വപ്നത്തിൽ ദൈവദൂതൻ പ്രത്യക്ഷപ്പെട്ട് ഒരു ഉത്തരം നൽകുകയാണ്. തൻ്റെ പ്രശ്നത്തിനുള്ള ഉത്തരം നൽകുകയാണ്. ഇത് ദൈവഹിതമാണെന്ന്. പിന്നീട് യോസേപ്പ് പിതാവ് ദൈവദൂതൻ സ്വപ്നത്തിൽ നൽകിയ നിർദ്ദേശമനുസരിച്ച് യാത്ര ചെയ്യുകയാണ്. ആ സ്വപ്നം ലോകത്തെ മുഴുവൻ രക്ഷിക്കുവാനുള്ള ദൈവപുത്രൻ്റെ ജനനത്തിന് കാരണമായി തീരുകയാണ്. ആ സ്വപ്നം എത്തിച്ചേരുന്നത് ബെത്ലഹേമിലെ കാലിത്തൊഴുത്തിലാണ്. ലോകത്തിൻ്റെ രക്ഷയുടെ ഇടത്തേക്ക് എത്തിച്ചേരുകയാണ്. ലോകത്തിൻ്റെ രക്ഷകൻ്റെ അടുത്തേക്ക്, അല്ലെങ്കിൽ ലോകത്തിൻ്റെ രക്ഷകന് ജന്മം കൊള്ളുവാനായിട്ടുള്ള ഇടമായി തീരുകയാണ് യോസേപ്പ് പിതാവ് എന്ന ആ വ്യക്തിയുടെ സ്വപ്നം. യോസേപ്പ് പിതാവിൻ്റെ സ്വപ്നത്തെ പിന്തുടർന്നുള്ള ആ യാത്ര അത്ര സുഖകരമായിരുന്ന ഒന്നല്ലായിരുന്നു. സ്വന്തം സ്വപ്നങ്ങളും സ്വന്തം ആഗ്രഹങ്ങളും സ്വന്തം ഇഷ്ടങ്ങളും മാറ്റിവെച്ചുള്ള യാത്രയായിരുന്നു അത്. ആ ആഗ്രഹങ്ങളെല്ലാം മാറ്റിവെച്ചത് ലോകത്തിൻ്റെ മുഴുവൻ ആഗ്രഹങ്ങൾ സഫലമാകുവാനാണ്, അല്ലെങ്കിൽ ലോകത്തിൻ്റെ മുഴുവൻ നന്മയ്ക്കായിട്ടാണ്. അപ്പോൾ യോസേപ്പ് പിതാവ് എന്നൊരു വ്യക്തി ലോകത്തിന് വേണ്ടി സ്വന്തം സ്വപ്നങ്ങൾ മാറ്റിവെച്ചു, ദൈവത്തിൻ്റെ സ്വപ്നം സഫലമാകുവാനായിട്ട്, ദൈവത്തിൻ്റെ ആഗ്രഹം സഫലമാകുവാനായിട്ട്. സ്വപ്നങ്ങൾ മാത്രമല്ല, തോന്നലുകൾ പോലും ദൈവസ്വരമായി മാറും. നമ്മുടെ ഹൃദയങ്ങൾ ദൈവത്തോട് ചേർത്ത് വെച്ചാൽ മനുഷ്യകുലത്തിന് രക്ഷയുടെ വീടൊരുക്കുവാൻ ദൈവം ഒരു സ്വപ്നത്തെ പോലും സാധ്യതയാക്കി മാറ്റി. ഒരുക്കമുള്ള നിലമായ ഹൃദയങ്ങളെ സൂക്ഷിക്കുവാനും അവിടെ നിന്ന് ഉയർന്നു കേൾക്കുന്ന ദൈവസ്വരങ്ങളെ പിൻചൊല്ലുവാനും എനിക്ക് സാധിക്കുന്നുണ്ടോ? ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.